ഇന്റർമീഡിയറ്റ് ജനുവരി എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് ചില ഫാക്ടേഴ്സ് ടു കീപ്പ് ഇൻ മൈൻഡ് ആൻഡ് നിങ്ങൾ എക്സാം പേപ്പർ പ്രസന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് പൊതുവെ സ്റ്റുഡൻസ് വരുത്താറുള്ള മിസ്റ്റേക്സ്, ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ള വീഡിയോ ആണിത്. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾ ഇനി പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ അങ്ങനത്തെ ഫാക്ടേഴ്സ് ഒന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്. എസ്പെഷ്യലി എക്സാം ഇപ്പോൾ ആവാറായി. ദ മെയിൻ ഫോക്കസ് ഓഫ് ദിസ് വീഡിയോ വുഡ് ബി നിങ്ങൾ ഉള്ള ലെവൽ ഓഫ് പ്രിപ്പറേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ എക്സാമിൽ ഗ്രൂപ്പ് 1 ഓരോ സബ്ജക്റ്റിലെ മാർക്സ് എങ്ങനെ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മളോട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദിസ് വീഡിയോ ഇസ് പ്യൂർലി ബേസ്ഡ് ഓൺ ICA തന്നെ കണ്ടക്ട് ചെയ്യുന്ന വെബിനാർ ഉണ്ട്. അതിൻ്റെ ഒരു സമ്മറി ബേസിസിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ദിസ് വീഡിയോ ഇസ് ഗോയിങ് ടു കവർ ഗ്രൂപ്പ് 1 ഓരോ പേപ്പേഴ്സും. ലെറ്റ്സ് സി വൺ ബൈ വൺ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ ജസ്റ്റ് ലോൻ്റെ മാത്രം ഒരു സെഷൻ ചെയ്തിരുന്നു. സെപ്റ്റംബർ എക്സാമിലേക്ക് ലോയിൽ എങ്ങനെ മാർക്സ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത്. ദിസ് ടൈം ഐ തോട്ട് ലെറ്റ്സ് ഡു ഇറ്റ് ഫോർ ഓൾ ദി സബ്ജക്ട്സ് ഓഫ് ഗ്രൂപ്പ് 1. സ്റ്റാർട്ടിങ് വിത്ത് അഡ്വാൻസ്ഡ് അക്കൗണ്ട്സിൽ സ്പെസിഫിക് ആയിട്ട് വെബിനാറിൽ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് നമ്മൾ അഡ്വാൻസ് അക്കൗണ്ടിൽ ഏറ്റവും ഹയസ്റ്റ് സ്കോറിംഗ് ഏരിയ, ഏറ്റവും ഹയസ്റ്റ് വെയിറ്റേജ് ഉള്ള ഏരിയ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. പൊതുവെ സ്റ്റുഡൻസ് അത് തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റൊക്കെ വെക്കാറാണ്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്പെസിഫിക് ആയിട്ട് വെബിനാറിൽ അവർ പറഞ്ഞിരുന്നു നിങ്ങൾ AS നല്ല ഫോക്കസ് കൊടുക്കണം എന്നുള്ള. കാരണം AS ബേസ് ചെയ്തിട്ട് ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. നമുക്ക് MCQവിൽ വരാൻ പറ്റും. ഇനി അതല്ല ഡിസ്ക്രിപ്റ്റീവിൽ തന്നെ ചിലപ്പോൾ നമ്മളെ ഒരു ക്വസ്റ്റ്യനിൽ ഒരുപാട് സബ് ക്വസ്റ്റ്യൻസിൻ്റെ ഭാഗമായിട്ട് അതിൽ മൈനർ പോയിന്റ്സ് ആയിട്ടും AS ചോദിക്കാൻ പറ്റും. സോ അവിടെ നിങ്ങൾക്ക് നല്ല ഫോക്കസ് AS കൊടുക്കണം എന്ന് സ്പെസിഫിക്കലി അവർ മെൻഷൻ ചെയ്തിരുന്നു. ആൻഡ് AS വി ഹാവ് വേരിയസ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. വി ഹാവ് ട്രീറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഡിസ്ക്ലോഷർ ഉണ്ട്, കാൽക്കുലേഷൻ ഉണ്ട്. സോ അതിൽ പൊതുവേ സ്റ്റുഡൻസ് ക്വസ്റ്റ്യൻ്റെ റിക്വയർമെന്റ് എന്താ എന്നുള്ളത് കൺഫ്യൂസ്ഡ് ആവാറുണ്ട് എന്നാണ് പറഞ്ഞത്. എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്ന് പ്രോപ്പർലി മനസ്സിലാക്കാതെ അവർ ഓൾ ടുഗദർ ഡിഫറെന്റ് ആൻസറാണ് കൊടുക്കാറുള്ളത്. സോ യു മേക്ക് ഷുവർ നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ റിക്വയർമെന്റ് എന്താണെന്ന് ക്ലിയറായി മനസ്സിലായി എന്നുള്ളത്. വെബിനാറിൽ അവർ സ്പെസിഫിക് ആയിട്ട് എക്സാമ്പിൾ ആയിട്ട് എടുത്ത് പറഞ്ഞിരുന്നത് AS14 കാര്യം മെൻഷൻ ചെയ്തിരുന്നത്. അമാൽഗമേഷൻസ് വേർ നോർമലി നമുക്ക് ഈ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേഷൻ്റെ അവിടെയൊക്കെ സ്റ്റെപ്സിൻ്റെ ഏരിയയിൽ സ്റ്റുഡൻസ് പഠിച്ച ഒരു പെർട്ടിക്കുലർ മെത്തേഡ് ഓഫ് സ്റ്റെപ്പ് ഉണ്ടാവും, ഫാക്കൽറ്റി പഠിപ്പിച്ചത്. ICയുടെ മെറ്റീരിയലിൽ വേറൊരു പാറ്റേണിൽ കൊടുത്തിട്ടുണ്ടാവും. വിച്ച് രണ്ടും ചെയ്തു വരുമ്പോൾ ആൻസർ കറക്റ്റായിട്ട് തന്നെ കിട്ടും. പക്ഷേ അവിടെ റിസ്ക് എലമെന്റ് ഉള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ ICA പ്രിസ്ക്രൈബ് ചെയ്ത് ആ സ്റ്റെപ്സ് എഴുതിയിട്ടില്ല എങ്കിൽ നിങ്ങൾ അവിടെ കുറച്ച് മാർക്സ് നിങ്ങൾ മിസ് ചെയ്യും. ആ സ്റ്റെപ്സിൻ്റെ മാർക്ക് പോകും. ഈവൻ ഫൈനാൻസ് കറക്റ്റായി പറഞ്ഞിട്ട് കാര്യമില്ല. Now this is a particular point which I would like to emphasize that ഈ മൊമെന്റിൽ ലാസ്റ്റ് മൊമെന്റിൽ എക്സാം അടുപ്പിച്ചാകുമ്പോൾ ഇനി നിങ്ങൾ പഠിച്ച പാറ്റേൺ നിങ്ങൾ മാറ്റാൻ നിൽക്കണ്ട. ദിസ് വുഡ് ബി മോർ ഹെൽപ്ഫുൾ ഫോർ മെയിൽ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ്. ലൈക്ക് ഇപ്പോൾ എൻ്റെ കേസിൽ തന്നെ ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് ICA പ്രിസ്ക്രൈബ് ചെയ്ത പാറ്റേൺ അല്ലായിരുന്നു എനിക്കൊരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ ഒരു ഫാക്കൽറ്റി പഠിപ്പിച്ച് തന്ന പാറ്റേൺ. ICയുടെ പാറ്റേണിനെ കുറിച്ച് കൺഫ്യൂസിങ് ആയിട്ടാണ് തോന്നി. ഓരോ ക്വസ്റ്റ്യനിൽ ഓരോ ടൈപ്പ് ആയിട്ടാണ് ചെയ്തു പോയിരുന്നത്. ആ പെർട്ടിക്കുലർ ഫാക്കൽറ്റി ഒരു ഫിക്സഡ് പാറ്റേൺ പഠിപ്പിച്ചു തന്നു. ആ ഒറ്റ പാറ്റേൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൽ എല്ലാ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഫൈനൽ ആൻസർ കറക്റ്റാണ്, സ്റ്റെപ്സിൽ ഡിഫറൻസ് ഉണ്ട്. എനിക്ക് നല്ല എക്സ്പെക്ടേഷൻ ഉള്ള പേപ്പർ ആയിരുന്നു, നല്ല ഹൈ മാർക്ക് കിട്ടും എന്നുള്ളത്. പാസ്സായി, ബട്ട് ഞാൻ വിചാരിച്ച അത്ര മാർക്സ് എനിക്ക് കിട്ടിയില്ല. ബട്ട് ദ പോയിന്റ് ഓവർ ഹിയർ ഇസ് അറ്റ്ലീസ്റ്റ് സംതിങ് ഇസ് ബെറ്റർ ദാൻ നത്തിങ്. സോ ഇഫ് യു ആർ കംഫർട്ടബിൾ വിത്ത് നിങ്ങളെ ഫാക്കൽറ്റി പഠിപ്പിച്ച് തന്ന പാറ്റേൺ ആൻഡ് ഈ ഒരു മൊമെന്റിൽ ഇനിയിപ്പോൾ മാറ്റാൻ നിൽക്കണ്ട എന്നുള്ളത് ഞാൻ പറയുള്ളൂ. ബട്ട് അതർവൈസ് ഇങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട്, ഒരു റിസ്ക് എലമെന്റ് ഉണ്ട്. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. സ്റ്റെപ്സ് ഏതെങ്കിലും ഒന്ന് മിസ്സാവുക അല്ലെങ്കിൽ മിസ് മാച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ കുറച്ച് മാർക്ക് ലൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് സ്പെസിഫിക് ആയിട്ട് അവർ AS14 ആ പോയിന്റ് മെൻഷൻ ചെയ്തിരുന്നത്. പിന്നെ അനദർ പോയിന്റ് ദാറ്റ് ഐ മെൻഷൻ വാസ് ക്വസ്റ്റ്യനിൽ എല്ലാ പോയിന്റ്സും നിങ്ങൾ അറ്റൻഡ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ചില സിറ്റുവേഷൻസിൽ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ സബ് പോയിന്റ്സ് ഉണ്ടാവും, ABC, എന്നിട്ട് C ചിലപ്പോൾ ഒരു അടുത്ത പേജിലായിരിക്കും തന്നിട്ടുണ്ടാവുക. അത് പല സ്റ്റുഡൻസും ശ്രദ്ധിക്കാറില്ല, അത് മിസ് ഔട്ടായി പോകാറുണ്ട് എന്നും പറഞ്ഞു. പ്രസന്റേഷനുമായി ബന്ധപ്പെട്ടിട്ട് അക്കൗണ്ട്സിൽ സ്പെഷ്യലി വർക്കിംഗ് നോട്ട്സ് നമ്മൾ ആൻസറിൻ്റെ പാർട്ടാണ്. സോ ലൈക്ക് സാധാരണ നമ്മളിപ്പോൾ മറ്റ് സബ്ജക്ട്സിലൊക്കെ നമ്മൾ വർക്കിംഗ് നോട്ട്സ് റഫ് ഏരിയ ആയിട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞത് അക്കൗണ്ട്സിൽ അങ്ങനെയല്ല, അത് വർക്കിംഗ് നോട്ട്സിൻ്റെ പാർട്ടാണ്. മേക്ക് ഷുവർ നിങ്ങളത് ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓരോ നമ്പർ വൈസ് ആയിട്ട് തന്നെ കൊടുത്തിട്ട് വർക്കിംഗ് നോട്ട് നമ്പർ 1, വർക്കിംഗ് നോട്ട് നമ്പർ 2, എന്നിട്ട് നിങ്ങൾ മെയിൻ ആൻസറിൽ അതിലേക്ക് റെഫറൻസ് കൊടുത്തു എന്നുള്ളത്. അപ്പോൾ ഓരോ കാൽക്കുലേഷൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു എന്നുള്ളത്. പ്രസന്റേഷൻ CA എക്സാംസിൽ ഒരു ക്രൂഷ്യൽ ഫാക്ടർ നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ട സംഭവം എന്താ വെച്ചാൽ ഓൾവേസ് ഗോ ബൈ ദിസ് പ്രിസംഷൻ. നിങ്ങളെ ഇവാലുവേറ്ററിന് ഒരു സാധനം അറിയില്ല, നിങ്ങൾ അയാൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുകയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഈവൻ ഇഫ് ബേസിക് കാൽക്കുലേഷൻ വരെ വിച്ച് വി ഫീൽ ആ കോമൺ സെൻസ് അല്ല എല്ലാവർക്കും അറിയാലോ. ഈവൻ ഇപ്പോൾ ആവറേജ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ലോൻ്റെ കേസിൽ ഡിവിഡൻഡ് ചാപ്റ്ററിലൊക്കെ വരുന്നുണ്ട് ലാസ്റ്റ് 3 ഇയേഴ്സിൻ്റെ ഡിവിഡൻഡ് റേറ്റിൻ്റെ ആവറേജ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇതിപ്പോൾ ആവറേജ് അല്ല, സിമ്പിൾ ആവറേജ് 10 + 11 + 12, അപ്പോൾ അതിൻ്റെ ആവറേജ് 11 വരിക. അതിപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അത് CA എക്സാംസിൽ അത് ചെയ്യണം. നിങ്ങളെ ഇവാലുവേറ്ററിന് ആ സബ്ജക്റ്റിനെ പറ്റി ഒന്നും അറിയില്ല എന്ന രീതിയിൽ വേണം നിങ്ങൾ പ്രസന്റ് ചെയ്യുക. ദിസ് ഇസ് ആപ്ലിക്കബിൾ ഫോർ എവറി സബ്ജക്ട്സ്. അസംഷൻസ്, ക്വസ്റ്റ്യനിലെ അസംഷൻസ് ഉണ്ടെങ്കിൽ മേക്ക് ഷുവർ നിങ്ങളെ ക്ലിയർലി എഴുതിയിട്ടുണ്ടത്. ദിസ് ഇസ് ആപ്ലിക്കബിൾ ഫോർ എവറിത്തിങ്. കോസ്റ്റിങ്ങിനും അക്കൗണ്ട്സിലൊക്കെ വരുന്ന പോയിന്റ് ആണ്. ആൻഡ് ലാസ്റ്റ്, അക്കൗണ്ട്സിൽ സ്പെസിഫിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ട
പ്രസൻറ്റേഷൻ പോയിന്റ് ഓഫ് വ്യൂന്നുള്ള സംഭവം ബാലൻസ് ഷീറ്റ് വി പ്രിപ്പയർ ഇറ്റ് ആസ് പെർ ഷെഡ്യൂൾ 3. ഷെഡ്യൂൾ 3 ആ ടെംപ്ലേറ്റിൽ ആ ഹെറാർക്കി എന്താ, ഓരോ ഐറ്റംസ് എങ്ങനെ വരുന്നത് എന്നുള്ളത് മേക്ക് ഷുവർ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. ബിക്കോസ് ഏറെക്കുറെ പല ആൻസേഴ്സിന് നമുക്ക് ആവശ്യം വരാൻ പോണ പോയിന്റ് ആണ് അത്. ദാറ്റ്സ് ഇറ്റ് അബൌട്ട് അക്കൗണ്ട്സ്. മൂവിങ് ഓൺ, ടാക്സിൽ പൊതുവെ പറയാറുള്ള പ്രോബ്ലം MCQ നല്ല ലെങ്തി MCQ വരാറുണ്ട് എന്നുള്ളത്. സോ വെബിനാറിൽ അവർ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്ത് പറഞ്ഞ് നിങ്ങൾ ടാക്സിൽ സ്പെസിഫിക് ആയിട്ട് MCQ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു എന്നുള്ളത്, എന്നാൽ മാത്രമേ നമുക്കത് ആ ഒരു റിക്വയർഡ് ടൈമിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സെലക്റ്റീവ് സ്റ്റഡി പൊതുവെ ഒരു സബ്ജക്റ്റും ചെയ്യാൻ പാടില്ല, പക്ഷെ ടാക്സിൽ ഒന്നുകൂടി റിസ്ക്കിയാണ്. കാരണം ടാക്സിൽ ദർ ആർ ടോപ്പിക്സ് ലൈക്ക് റെസിഡൻഷ്യൽ സ്റ്റേറ്റസ്, വേറെ എന്താ പേര്, നമ്മൾ ഡിഡക്ഷൻസിൻ്റെ ഏരിയാസ്, അതൊക്കെ നമ്മളിപ്പോൾ വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ വളരെ കുറവ് വെയിറ്റേജ് ഉണ്ടാവുള്ളൂ. പക്ഷേ ദീസ് ആർ ബേസിക് ടോപ്പിക്സ് വിച്ച് പല ക്വസ്റ്റ്യൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അവർ കൊടുക്കാൻ പോകുന്നത് സോ ആൻഡ് സോ പേഴ്സൺ മിസ്റ്റർ എക്സ് ഒരു റെസിഡൻ്റ് ആണ്, എന്നിട്ട് ഇങ്ങനെ ഡാറ്റ തന്നു, മിസ്റ്റർ വൈ ഒരു നോൺ റെസിഡൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ടോപ്പിക്കിൽ പോലും നിങ്ങൾക്ക് നോളജ് ഇല്ല എങ്കിൽ, നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റില്ല. സോ ദിസ് ഇസ് വൺ ഏരിയ വേർ നിങ്ങൾക്ക് സെലക്റ്റീവ് സ്റ്റഡി നടക്കില്ല. ആൻഡ് ടാക്സിൽ പലപ്പോഴും ക്വസ്റ്റ്യൻ നമ്പർ 1 ഓൾമോസ്റ്റ് എല്ലാ പ്രൊവിഷൻസിൻ്റെയും കോമ്പിനേഷനാണ് വരിക. അവിടെ യു നീഡ് ടു ഹാവ് ഇൻ ഡെപ്ത് നോളജ് അബൌട്ട് ദി ടോപ്പിക്സ്. റേറ്റിൻ്റെ ഒക്കെ ഏരിയാസിൽ സ്റ്റുഡൻസിന് കൺഫ്യൂഷൻസ് വരാറുണ്ട് എന്നാണ് പറഞ്ഞത്. CGST ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, സ്ലാബ് റേറ്റ്സ്. സോ അതൊക്കെ മേക്ക് ഷുവർ നിങ്ങൾ ഒരു സമ്മറി പോലെ ഉണ്ടാക്കി വെച്ചിട്ട് ലാസ്റ്റ് മിനിറ്റിൽ നമുക്കതൊരു റിവിഷൻ ദാറ്റ് ഇസ് ഗോയിങ് ടു ഹെൽപ്പ് യു ഇൻ യുവർ പ്രസൻറ്റേഷൻ. പിന്നെ പ്രസൻറ്റേഷൻ ഏരിയയിൽ ലൈക്ക് അക്കൗണ്ട്സിൽ പറഞ്ഞ പോലെ തന്നെ വർക്കിംഗ് നോട്ട്സ്, സ്റ്റെപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. മേക്ക് ഷുവർ നിങ്ങൾ ക്ലിയർലി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. എക്സ്പെൻസസ് ഏതൊക്കെയാണ് അലൗഡ്, ഡിസലൗഡ്, സ്റ്റുഡൻസ് ജസ്റ്റ് ആഡ് ഡിഡക്റ്റ് പ്ലസ് മൈനസ് അങ്ങനെ ചെയ്ത് പോകുക എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ ചെയ്യാതെ ഓരോ എക്സ്പെൻസ് നിങ്ങൾ അലൗഡ് ആണെങ്കിൽ ഡിസലൗഡ് ആണെങ്കിൽ അതിൻ്റെ റീസൺ എന്തായ മേക്ക് ഷുവർ നിങ്ങൾ താഴെ കൊടുത്തു എന്നുള്ളത്. നമ്മൾ മെയിൻ ആൻസറിൽ ഓക്കെ നമ്മൾ ഏതൊക്കെ ആഡ് ചെയ്ത് ലെസ് ചെയ്തു, നമ്മൾ സബ്സിക്വൻ്റ്ലി ലാസ്റ്റ് നമ്മൾ മെൻഷൻ ചെയ്യാണ് ഇതിൻ്റെ സ്പെസിഫിക് റീസൺ എന്താ എന്നുള്ളത്. ഈവൻ ഒരു പെർട്ടിക്കുലർ സാധനം എക്സെപ്റ്റഡ് ആണെങ്കിൽ അത് എക്സെപ്ഷൻ്റെ റീസൺ എന്താ എന്നുള്ളത് ക്ലിയർലി മെൻഷൻ ചെയ്യണം, എന്നാൽ മാത്രമേ മാർക്സ് കിട്ടുള്ളൂ. നമുക്ക് നമ്മൾ അസസ്മെൻറ്റ് ഇയർ 24-25 ആണ് നമ്മൾ എക്സാമിന് ആപ്ലിക്കബിൾ ആവുക. June 24 വരെയുള്ള അമെൻമെൻറ്റ്സ് ആണ് നമുക്ക് സിലബസിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. നൗ ദിസ് ഇസ് ഒരു ICAI സാധാരണ വെക്കുന്ന കട്ട് ഓഫ് ഡേറ്റ് ആണ്. നമ്മളെ എക്സാമിൻ്റെ 6 മാസം മുന്നേ വരെ അമെൻമെൻറ്റ്സ് നമുക്ക് ആപ്ലിക്കബിൾ ആവും എന്നുള്ളത്. സോ വെൻ യു റൈറ്റ് എക്സാം ഇൻ ജാനുവരി, ജൂൺ വരെയുള്ള അമെൻമെൻറ്റ്സ് വിച്ച് മീൻസ് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 മാസം എക്സാമിൻ്റെ മന്ത് കൂട്ടാതെ 6 മാസത്തിനിടയിൽ വന്ന അമെൻമെൻറ്റ്സ് ആപ്ലിക്കബിൾ ആവില്ല, അതിന് മുന്നേ വരെ വന്ന അമെൻമെൻറ്റ്സ് ആണ് ആപ്ലിക്കബിൾ ആവുക. സോ ദോസ് ആർ ഫാക്ടേഴ്സ് റിഗാർഡിംഗ് അമെൻമെൻറ്റ്സ്. GST ഇതേമാതിരി ലൈക്ക് നമ്മൾ ഡേറ്റിൻ്റെ കേസാണ് പറഞ്ഞ് GSTയിൽ ചില ഏരിയാസ് ഉണ്ട് വിച്ച് എന്തായാലും പൊതുവെ ക്വസ്റ്റ്യൻസ് കാണാറുള്ള ഏരിയാസ് ലൈക്ക് പ്ലേസ് ഓഫ് സപ്ലൈ, വാല്യൂ ഓഫ് സപ്ലൈ, ടൈം ഓഫ് സപ്ലൈ, ITC, രജിസ്ട്രേഷൻ. ആ ഏരിയാസിലൊക്കെ പൊതുവെ സ്റ്റുഡൻസിന് കുറച്ച് ആ ഒരു ബേസിക് നോളേജ് ഉണ്ട്, പക്ഷേ ഇൻഡെപ്ത് ആയിട്ടുള്ള നോളേജ് വീക്കാണ് പൊതുവെ പേപ്പറിൽ കാണാറുള്ളത്, മിസ്റ്റേക്സ് വരുത്താറുള്ളത് എന്നാണ് ICAI മെൻഷൻ ചെയ്തത്. സോ ആ ഏരിയ ശ്രദ്ധിക്കാം. ലോയിൽ സ്റ്റാർട്ടിങ് വിത്ത് അമെൻമെൻറ്റ്. ലോയിൽ നമുക്ക് ജാനുവരി എക്സാമിലേക്ക് അമെൻമെൻറ്റ്സ് ഒന്നുമില്ല. കഴിഞ്ഞ സെപ്റ്റംബർ എക്സാമിൽ അമെൻമെൻറ്റ്സ് ഇല്ലായിരുന്നു. അതിന് മുന്നേ വന്ന 2 കുട്ടി അമെൻമെൻറ്റ്സ് ആയിരുന്നു, ചാപ്റ്റർ 3 പ്രോസ്പെക്ടസിലും ചാപ്റ്റർ 7 മാനേജ്മെൻറ്റിലും. സോ പൊതുവെ അമെൻമെൻറ്റ് ഏരിയാസ് വെയിറ്റേജ് ഉള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. സിൻസ് നമ്മൾ ലേറ്റസ്റ്റ് അറ്റംപ്റ്റിലൊന്നും അമെൻമെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിന് മുന്നേ വന്ന അമെൻമെൻറ്റ്സ് നമുക്ക് റെലവൻ്റ് ആവുകയാണ്. സോ മേക്ക് ഷുവർ യു ആർ അപ്ഡേറ്റഡ് വിത്ത് ദാറ്റ്. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഓൾറെഡി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. പ്രസൻറ്റേഷൻ ഏരിയയിൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് നമ്മൾ ഹൈ വെയിറ്റേജ് ഉള്ള ഏരിയ നോക്കുകയാണെങ്കിൽ അതർ ലോ ആണ്. അതർ ലോയിൽ നമുക്ക് ആകെ ജനറൽ ക്ലോസ്, ഇൻ്റർപ്രിട്ടേഷൻ, ഫെമ 30 മാർക്സ് വരും. വിത്ത് ദാറ്റ് LLP കൂടി അതിലേക്ക് ആഡ് ഓൺ ചെയ്താൽ LLP 10 to 14 മാർക്സ് വരും. 40 to 44 മാർക്സിൻ്റെ ഏരിയ അവിടെ തന്നെ കവേർഡ് ആയി. നൗ ജനറൽ ക്ലോസ് ഇൻ്റർപ്രിട്ടേഷനിലൊക്കെ വോളിയം കുറവാണ് പഠിക്കാനുള്ളത്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. അവിടെ സ്റ്റുഡൻസ് പൊതുവെ മാർക്ക് മിസ് ചെയ്യാറുള്ള ഏരിയ പറഞ്ഞത് ആൻസർ ജനറൽ ആയിട്ട് എഴുതുന്നുള്ളത്. നമുക്ക് സാധനങ്ങൾ എങ്ങനെയൊക്കെയാണ് മനസ്സിലായി, അപ്പോൾ ജനറൽ ആയിട്ട് പോയിന്റ്സ് എഴുതും. ദിസ് ഇസ് നോട്ട് ലൈക്ക് കമ്പനീസ് ആക്ട് വേർ ഓരോ ടോപ്പിക്കും കണക്റ്റഡ് ആണ്, നിങ്ങൾക്ക് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ വരിക അങ്ങനല്ല. ഇപ്പോൾ ജനറൽ ക്ലോസ് ആക്ടിലൊക്കെ 30 സെക്ഷൻസ് ഉണ്ടെങ്കിൽ സെക്ഷൻ 5 തൊട്ട് സെക്ഷൻ 30 വരെ അതിൽ ഓരോ സെക്ഷൻ ഡിഫറെൻറ്റ് ടോപ്പിക്കിനെ പറ്റി സംസാരിക്കണം. സോ വെൻ ദേ ആസ്ക് അബൌട്ട് എ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമ്മൾ അതിൻ്റെ ആ വേർഡ്സ് അതേപോലെ റീപ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, ലോയിൽ നമുക്ക് ബാക്കി എല്ലാ ഏരിയാസിലും ചാപ്റ്റേഴ്സിലും കീവേഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ജനറൽ ക്ലോസ് ഇൻ്റർപ്രിട്ടേഷൻ അതൊന്നുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവിടെ ആ സാധനം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും എഴുതാനില്ല. സോ പ്രസൻറ്റേഷൻ അവിടെ പൊതുവെ ജനറൽ ആയിട്ടാണ് എഴുതാറ് എന്നുള്ളതാണ് മെൻഷൻ ചെയ്തത്. നിങ്ങൾ ബാക്കി ഏത് ആൻസറിനും നിങ്ങൾ കീവേഡ്സ് എഴുതുന്നുണ്ടെങ്കിൽ അതൊന്ന് ഹൈലൈറ്റ് ചെയ്തിടുക എന്നുള്ളത്. നിങ്ങൾ ഇവാലുവേറ്ററിൻ്റെ പണി എളുപ്പമാക്കുകയാണ്, നിങ്ങൾ അതിലേക്ക് ഇവാലുവേറ്ററിൻ്റെ അറ്റൻഷൻ സീക്ക് ചെയ്യാണ്, മാർക്സ് കൂടുതൽ സ്കോർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്.
പിന്നെ പറഞ്ഞൊരു പോയിന്റ്, ആൻസേഴ്സിൽ യെസ് കീവേഡ്സ് എഴുതും, പക്ഷേ ആ റെലവൻറ്റ് ക്വസ്റ്റ്യൻ്റെ അല്ലാതെയും കുറേ കീവേഡ്സ് എഴുതി കൊടുക്കുന്നുള്ളൂ. ജനറൽ ആയിട്ട് വേറെയും കുറേ സ്റ്റുഡൻറ്റിന് വേറെ എന്തൊക്കെ ടോപ്പിക്സ് അറിയാമെന്നല്ല ടെസ്റ്റ് ചെയ്യണം. നമ്മൾ ചോദിച്ച ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാമെന്നുള്ള ടെസ്റ്റ് ചെയ്യണം. സോ ഓൾവേസ് റൈറ്റ് റെലവൻറ്റ് പോയിന്റ്സ്. വെറുതെ ചപ്പും ചവറും എഴുതി വെച്ച ആൻസർ ഷീറ്റ് നടക്കാൻ പാടില്ല. പിന്നെ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യാം? പ്രൊവിഷൻ, ഫാക്ട്, അനാലിസിസ്, കൺക്ലൂഷൻ. പ്രൊവിഷൻ നിയമം എന്താ പറയണത്, സെക്ഷൻ നമ്പർ അറിയാമെങ്കിൽ കോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആസ് പെർ റെലവൻറ്റ് പ്രൊവിഷൻ ഓഫ് ആക്ടിന്റെ പേര് എഴുതുക. ഫാക്റ്റിൽ ക്വസ്റ്റ്യൻ്റെ തന്നെ സമ്മറി. അപ്പോൾ ഇതിനൊക്കെ ഹെഡിങ് കൊടുക്കണോ പ്രൊവിഷൻ ഫാക്ട് എന്നുള്ളത് ഇഫ് പോസിബിൾ കൊടുക്കുക. ഏകദേശം കൂൾ ഓഫ് ടൈം നിങ്ങൾക്ക് മനസ്സിലാവും പേപ്പർ ലെങ്തി ആണോ അല്ലേ എന്നുള്ളത്. ലെങ്തി ആണെങ്കിൽ ഈ ഡെക്കറേഷനൊക്കെ ഒഴിവാക്കുക. ലെങ്തി അല്ല, കംഫർട്ടബിൾ ആണ് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ കൊടുക്കുക. ഇറ്റ് ഇസ് ബെറ്റർ. പ്രൊവിഷൻ, ഫാക്ട്. അനാലിസിസ് പാർട്ടിൽ നിയമം തന്ന ക്വസ്റ്റ്യനും തമ്മിലുള്ള കോറിലേഷൻ, ബന്ധം എന്താണെന്നുള്ള അനാലിസിസ് പാർട്ടിൽ മെൻഷൻ ചെയ്യുക. ലാസ്റ്റ് കൺക്ലൂഷൻ കൊടുക്കുക, എന്താ സംഭവിക്കുക എന്നുള്ളത്. വിച്ച് നോർമലി ഒരു 2 to 3 ലൈൻസിൽ കൺക്ലൂഡ് ചെയ്യാൻ നോക്കുക. കൺക്ലൂഷൻ ഒരുപാട് ലെങ്തി ആയിട്ട് കൊടുക്കുക നോക്കരുത്. ഇങ്ങനെ ഫാക്ടേഴ്സ് ശ്രദ്ധിക്കുക. ലാസ്റ്റ് കുറച്ച് ജനറൽ പോയിന്റ്സ് ശ്രദ്ധിക്കാനുള്ളത്, മേക്ക് ഷുവർ യു യൂസ് കൂൾ ഓഫ് ടൈം വെരി വെൽ. പേപ്പർ ലെങ്തി ആവുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് പോവുക. അതുകൊണ്ട് തന്നെ ഫുള്ള് ഡീറ്റെയിൽഡ് പഠിക്കാനുള്ള ടൈം കിട്ടണം എന്നില്ല കൂൾ ഓഫ് ടൈമിൽ. കൂൾ ഓഫ് ടൈം ഈസ് എ ടൈം വെർ യു ഹാവ് ടു ഡിസൈഡ്. നമ്മൾ ക്വസ്റ്റ്യൻ 1 കമ്പൽസറി ആണല്ലോ, ബാക്കി ക്വസ്റ്റ്യൻസിലൊന്നും ഓപ്ഷണലും. ഏതാണ് നിങ്ങൾ ലീവ് ചെയ്യാൻ പോണ ക്വസ്റ്റ്യൻ എന്ന് കൂൾ ഓഫ് ടൈമിൽ നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവണം. ഏത് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും കൂൾ ഓഫ് ടൈമിൽ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവണം. കൂൾ ഓഫ് ടൈമിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 വായിച്ചിട്ട് ടൈം വേസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. അതെന്തായാലും കമ്പൽസറിയാണ്. ഞാൻ അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് കമ്പൽസറി അല്ല. സോ നിങ്ങൾ ഏത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്, മേക്ക് ഷുവർ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയ ആൻസർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ബിക്കോസ് ആ ഇനീഷ്യൽ ഫ്യൂ മൊമെന്റ്സ് ഓഫ് നമ്മളെ എക്സാം ഈസ് വെരി ക്രൂഷ്യൽ. ആ സമയത്ത് നമ്മളെ പെർഫോമൻസ് ഒന്നെങ്കിൽ നമ്മളെ മൈൻഡ് കാമാക്കും, വെച്ച് നമ്മളെ ബാക്കിയുള്ള ക്വസ്റ്റൻസ് ഈസിലി അറ്റൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആ സമയത്ത് നിങ്ങൾ നല്ല ട്രിക്കി ടെക്നിക്കൽ സാധനം എടുത്താൽ ഫസ്റ്റ് ഏറ്റവും വമ്പനെ പിടിച്ചിട്ട് അയാളെ തീരുമാനമാക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങളെ പിടിച്ച് തീരുമാനമാക്കും. എന്നിട്ട് നിങ്ങൾ ആ 3 മണിക്കൂർ ക്വസ്റ്റ്യൻ കൊളാവും, എക്സാം കൊളാവും. സോ നിങ്ങൾ ഏത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത് എന്നുള്ളത് ആദ്യം കൂൾ ഓഫ് ടൈമിന് ഡിസൈഡ് ചെയ്ത് വെക്കാം. ഓരോ ആൻസർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫ്രഷ് പേജിൽ സ്റ്റാർട്ട് ചെയ്യുക. ട്രൈ ടു അറ്റൻഡ് എവറി സബ്ജക്ട് ഫോർ 100 മാർക്സ്. ഐ വുഡൻ സേ ട്രൈ ടു അറ്റൻഡ്, മേക്ക് ഷുവർ യു അറ്റൻഡ്. ബിക്കോസ് ഞാനൊക്കെ എല്ലാ എക്സാമിൽ എല്ലാ സ്റ്റേജും ഇൻ്റർമീഡിയറ്റ്, ഫൈനൽ എല്ലാ പേപ്പേഴ്സും 100 മാർക്സ് അറ്റൻഡ് ചെയ്തിട്ടാണ് എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയത്. അപ്പോൾ അവിടെ ടൈം മാനേജ്മെൻറ്റ് ക്രൂഷ്യലാണ്. നമ്മൾ 1 മാർക്കിന് 1.8 മിനിറ്റ് ആ ടൈമിനുള്ളിൽ അത് കംപ്ലീറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 5 മാർക്ക് ക്വസ്റ്റ്യൻ 9 മിനിറ്റ് കംപ്ലീറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ സ്പേസ് വിടുക, അടുത്തേക്ക് പോവുക. ലാസ്റ്റ് വന്നിട്ട് കിട്ടുന്ന ടൈമിൽ തിരിച്ചു വന്നിട്ട് ഇത് ഫില്ല് ചെയ്യാം. ഇപ്പോൾ സബ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലും മാർക്ക് കുറവും ആ പാറ്റേണിലാണ് വന്നുകൊടുക്കുന്നത്. സോ നിങ്ങൾ എത്ര അറ്റൻഡ് ചെയ്തോ അത്രയും നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാനുള്ള ചാൻസസും വരികയാണ്. ദാറ്റ്സ് ഇറ്റ് വിത്ത് ദിസ് വീഡിയോ. I wish you all the best. Do let me know നിങ്ങൾക്ക് ഗ്രൂപ്പ് 2ൻ്റെയും ഇങ്ങനെ ഒരു വീഡിയോയുടെ റിക്വയർമെൻറ്റ് ഉണ്ടോ എന്നുള്ളത്. These are all purely based on ICAയുടെ വെബിനാർ. അപ്പോൾ ഒത്തൻറ്റിക് സോഴ്സ് എന്നാണ് വരുന്നത്. ICA തന്നെ പാസ്റ്റ് എക്സാമിൽ സ്റ്റുഡൻസ് വരുത്തിയ മിസ്റ്റേക്സ് എല്ലാം കമ്പൈൽ ചെയ്തിട്ടാണ് അവർ ഈ സെഷൻ കണ്ടക്ട് ചെയ്തത്. ഓക്കെ, ബൈ.